ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു ന്യൂ ഇയർ സ്പെഷ്യൽ മാല ചെയ്താലോ? അതിന് വേണ്ടുന്ന സാധനം ചക്കിരി, വൈറ്റ് പേൾ, ഗിയർ വയർ, ഗിയർ ലോക്ക്, റെഡ് ക്രിസ്റ്റൽ, മിഡിൽ പ്ലേറ്റ്. ഇത് സ്റ്റാർട്ടിങ് ഇതാണ്, സമോസയുടെ വേറൊരു മോഡലാണ്. ഇത് 3 ലെയറിൻ്റെയാണ്. അതെല്ലാം ഞാൻ ഗിയർ വയറിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 3ലും ഇട്ട് എല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ച് ടൈം ആവുമല്ലോ, അതുകൊണ്ട് 3ലും ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ത്രെഡിലും അത് 3ഉം ഒരേ ഇതാക്കി വെക്കണേ. 3ൻ്റെയും എൻഡ് ഒരേപോലെ ആക്കി വെക്കണം. കട്ട് ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ട് ഒരു ലൈനിൽ റെഡ് ക്രിസ്റ്റൽ തനിയെ ഞാനൊരു 28 എണ്ണം കോർത്തിട്ടുണ്ട്. 25 എണ്ണം കോർക്കാം, 30 എണ്ണം കോർക്കാം. ഓരോരുത്തരുടെയും ലെങ്തിനനുസരിച്ച്. ചെറിയ കുട്ടികൾക്കൊക്കെയാണ് 20-22 എണ്ണം മതി. ഇതിപ്പോൾ ഞാൻ നോർമൽ ഒരാൾക്ക് ചെയ്യുന്നതാണ്. അത് 28 എണ്ണം കോർത്തിട്ടുണ്ട്. അങ്ങനെ 3 ലൈനിലും 28 എണ്ണം കോർത്തെടുക്കണം. എൻ്റെ സൗണ്ട് കുറച്ച് പ്രശ്നമാണ്. എനിക്ക് കോൾഡാണ്, 4-5 ദിവസമായി തുടങ്ങിയിട്ട്. ന്യൂ ഇയറിന് അപ്ലോഡ് ചെയ്യണമെന്ന് ഓർത്തിരുന്ന വീഡിയോയാണ്. സൗണ്ട് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്, ജലദോഷം വരുന്നതുകൊണ്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവർക്കും ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നോ? നന്നായിട്ട് എൻജോയ് ചെയ്തോ? ഇങ്ങനെ ഒരു ത്രെഡിൽ 28 എണ്ണം വീതം കോർത്തെടുക്കണേ. ഉണ്ടോ? 28 എണ്ണം കോർത്തെടുത്തു ഒരു സൈഡിൽ. അതുപോലെ 3 ത്രെഡിലും അതേ 28 എണ്ണം വീതം കോർത്തെടുക്കണം. കണ്ടില്ലേ? 3 എണ്ണത്തിലും കോർത്തെടുത്തു. അതിനുശേഷം മിഡിൽ പ്ലേറ്റ്, ഞാനിപ്പം പ്ലെയിൻ മിഡിൽ പ്ലേറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സ്റ്റോൺ വെച്ച മോഡലും കിട്ടും, അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പം മിഡിൽ പ്ലേറ്റ് ഇട്ടത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലെയിൻ മിഡിൽ പ്ലേറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പ്ലേറ്റ് ഇട്ടു. അപ്പോൾ എല്ലാം ഒരേപോലെ വരും. 3 ലൈനും ഒരേപോലെ വന്നു. മിഡിൽ പ്ലേറ്റ് ഇട്ടപ്പം കയറി ഇറങ്ങിയൊന്നും നിൽക്കില്ല. ക്രിസ്റ്റലെല്ലാം ഒരുപോലെ വന്നു. ഇനി അതിനുശേഷം ഓരോ ത്രെഡിലും വൈറ്റ് പേൾ ഇടണം. ഈ വൈറ്റ് പേളിന് പകരം ഗോൾഡൻ ബീഡ് നമുക്ക് യൂസ് ചെയ്യാം, ക്രിസ്റ്റൽ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ വേറെ കളർ ക്രിസ്റ്റൽ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാൻ ഒരു വൈറ്റ് പേൾ, ഒരു ചക്കിരി, ഒരു വൈറ്റ് പേൾ, ഒരു ചക്കിരി, അങ്ങനെ 3 പേൾ ഇട്ടു. അതിനുശേഷം ഒരു ക്രിസ്റ്റൽ കൊടുത്തു. അതിനുശേഷം വീണ്ടും ചക്കിരി, വൈറ്റ് പേൾ, അങ്ങനെ 6 വൈറ്റ് പേളും ഒരു ക്രിസ്റ്റലുമാണ് ഒരു ലൈനിൽ കൊടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ റെഡിൻ്റെ കൂടെ നമുക്ക് വേറെ ക്രിസ്റ്റൽ എന്തെങ്കിലും കളർ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഗോൾഡൻ ബീഡ് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. എന്ത് വേണമെങ്കിലും അതെല്ലാം നമ്മുടെ ഇഷ്ടമാണ്. കണ്ടോ? ഒരു സൈഡിൽ 6 വൈറ്റ് പേളും ചക്കിരിയും, പിന്നെ സെൻറ്ററിൽ ഒരു ക്രിസ്റ്റലും കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഇടയ്ക്ക് ഓരോ ചക്കിരി ഇട്ടിട്ടുണ്ട്. അതുപോലെ 3 ലൈനിലും ചെയ്തെടുക്കുക. മൂന്ന് ലൈനിലും ചെയ്തെടുത്ത് വീണ്ടും മിഡിൽ പ്ലേറ്റ് യൂസ് ചെയ്യാം. മിഡിൽ പ്ലേറ്റ് ഇട്ടിട്ട് പിന്നെ ലെയർ ക്ലിയർ ആവണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ലൈനിൽ 10 ക്രിസ്റ്റൽ, സെക്കൻഡ് ലൈനിൽ 12 ക്രിസ്റ്റൽ, തേർഡ് ലൈനിൽ 14 ക്രിസ്റ്റൽ. ഓരോ ലൈനിലും 2 ക്രിസ്റ്റൽ ആഡ് ചെയ്ത് വരണം. 10, 12, 14 എന്ന ക്രമത്തിൽ ആഡ് ചെയ്ത് വരണം. അപ്പോൾ ആ ലെയർ ക്ലിയറായിട്ട്, നമ്മുടെ താഴ്വശം വരുന്ന ലെയർ ക്ലിയറായിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീണ്ടും വൈറ്റ് പേള്, ഒരു ക്രിസ്റ്റൽ, വൈറ്റ് പേള്, ക്രിസ്റ്റൽ, അങ്ങനെ ഞാൻ ആഡ് ചെയ്തു. അതിനിടയ്ക്കെല്ലാം ചക്കിരി ഇടുന്നുണ്ട്. ഈ വൈറ്റ് പേൾ ഇടുന്നിടത്തിലെല്ലാം നമ്മൾ ചക്കിരി യൂസ് ചെയ്യുന്നുണ്ട്.
4 വൈറ്റ് പേളും 3 ക്രിസ്റ്റലും യൂസ് ചെയ്തു. ഇത് 3 ലൈനിലും അതുപോലെ തന്നെ ഇടണം. ഒരു വൈറ്റ് പേള്, ചക്കിരി, റെഡ് ക്രിസ്റ്റല്, ചക്കിരി, വൈറ്റ് പേള്, അങ്ങനെ ഓൾട്ടർനേറ്റീവായിട്ട് 3 ലൈനിലും ഒരുപോലെ ഇടണം. ഇങ്ങനെ ഇടുമ്പോൾ ആ ലെയർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. 2 ബീഡ്സ് എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ ലെയർ കറക്റ്റായിട്ട് കിട്ടി. ഇല്ലെങ്കിൽ ഒന്നിന് മേലെ ഒന്ന് നിൽക്കുന്ന പോലെ നമ്മൾ കഴുത്തിലിട്ട് കഴിയുമ്പോൾ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെ ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ലൈനിലും നമ്മൾ 2 ക്രിസ്റ്റൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത്. അത് 2 സൈഡിലും വരുമ്പോൾ ഒരു ലൈനിലും 4 ക്രിസ്റ്റൽ വരുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ മേലെ 10, 12, 14 ആ ക്രമത്തിൽ റെഡ് ക്രിസ്റ്റൽ ഇട്ടു. പിന്നെ മിഡിൽ പ്ലേറ്റ് ഇടുന്നു. മിഡിൽ പ്ലേറ്റ് ഇട്ട് കഴിയുമ്പോൾ കണ്ടോ കറക്റ്റ് ലെയർ കറക്റ്റായിട്ട് നിൽക്കുന്നത്. അതിനുശേഷം വൈറ്റ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇട്ട പോലെ തന്നെ വൈറ്റ്, ചക്കിരി, വൈറ്റ് പേള്, ചക്കിരി, ക്രിസ്റ്റൽ, അങ്ങനെ ആദ്യം നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ ഈ സൈഡും കംപ്ലീറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് തരാം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. മൂന്ന് ലൈനും കോർത്ത ശേഷം വീണ്ടും മിഡിൽ പ്ലേറ്റ് ഇട്ട് അതും ലെയർ ക്ലിയർ ചെയ്യണം. പ്ലേറ്റ് ഇട്ട് ലെയർ ക്ലിയർ ചെയ്തു. ഇനി ആദ്യത്തെ പോലെ തന്നെ 3 ലൈനിലും 28 ക്രിസ്റ്റൽ വീതം ആഡ് ചെയ്യണം. മൂന്ന് ലൈനിലും ആഡ് ചെയ്യണം. കണ്ടോ, ആഡ് ചെയ്തു. അതിനുശേഷം 3 ലെയർ സ്റ്റാർട്ടിങ് റിങ്ങിൽ ഗിയർ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യണം. 3 ലെയറും ലോക്ക് ചെയ്യണം. ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് കളയണം. എങ്ങനെയുണ്ട് മാല? നന്നായിട്ടില്ലേ? എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് കമൻറ്റ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.